കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഇക്കുറി രണ്ട് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമായിരുന്നു. കോട്ടയത്തെ അറ്റത്ത് പിറവത്തെത്തിയാൽ അവിടെ ചർച്ച തിരഞ്ഞെടുപ്പിൻ്റെ ഫലമോ സ്ഥാനാർത്ഥികളോ വോട്ടർമാരോ ഒന്നുമല്ല. പിന്നെ എന്തെന്നല്ലേ കാണാം. ആര് ജയിക്കാൻ നോക്കുമെന്നുള്ളതല്ല വിഷയം. പിടിയും പോത്തും മതി. ഇവിടെ ചാഴിക്കാടിന്റെ തോൽവിയെ ആഘോഷിക്കുന്ന ദിവസമാണ്. ഇപ്പോഴത്തെ കണ്ടിട്ട് ഒരു നേരത്തെ ഭക്ഷണമായിരിക്കും കൊടുക്കുന്നത്. നല്ല കാര്യമാണ്. പോത്തും പിടി കൊടുക്കുമെന്ന് പറഞ്ഞു കേട്ടു. തൊട്ട് നിൽക്കേണ്ട വരുമെന്ന് എനിക്കറിയില്ല. 150 കിലോ ഉള്ള പോത്താ മേടിച്ചേക്കണേന്ന് പറഞ്ഞു കേട്ടു. അതിൽ വന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ വിജയം പ്രവചിച്ച ജനകീയ കൂട്ടായ്മയാണ് പോത്തും പിടിയും വിതരണം ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പ് പന്തയത്തിന്റെ സ്വഭാവത്തിലാണ് പിറവത്തെ ഈ പോത്തുപുരാണം. കോട്ടയം പാർലമെന്റിൽ നിന്നും കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചുപോയ ഈ തോമസ് ചാഴികാടൻ ഒരു നന്ദി പറയാൻ പോലും പിറവം ദേശത്തേക്ക് വരാത്തതുകൊണ്ട് പിറവത്ത് ജനങ്ങളാകെ അമർഷത്തിലാണ്. ഒരു MP ലക്ഷത്തിൽ പരം തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഇന്നൊരു പിറവത്ത് വന്ന് ജനങ്ങളോട് ഒരു നന്ദി പറയാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. അതിൽ ആ ജനങ്ങളുടെ വികാരമാണ് ഈ കാണുന്നത്. 4 തീയതി രാവിലെ 8 മണിക്ക് പോത്തും പിടിയും പിറവത്ത് സ്റ്റാൻഡിലുണ്ടാവും. ചാഴികാടൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാട്ടം കൊണ്ട് ഫ്രാൻസിസ് ജോർജ് ജയിക്കും. ഞങ്ങളുടെ ട്രഡീഷണൽ ഫുഡായ പിടിയും പോത്തുകറിയും 2500 പേർക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങളിവിടെ ആഘോഷിക്കപ്പെടുകയാണ്. വിജയമല്ല ആഘോഷിക്കുന്നത്, തോൽവി തന്നെയാണ് ആഘോഷിക്കുന്നത്. UDFന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ നിന്ന് ജയിച്ച് MP ആയ ആളെ വീണ്ടും LDFന്റെ ഭാഗമായിട്ട് വേറൊരു സ്ഥാനാർത്ഥിയെ പോലും ആലോചിക്കാതെ ഇവിടെ ഇട്ടു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഉള്ള വികാരം. പോത്തും പിടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ലൊരു ഫുഡാണത്. അത് നമ്മുടെ സ്ഥാനാർത്ഥി ജയിച്ചു വരുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ആഘോഷം പങ്കുവയ്ക്കുവാണ്. ഞാൻ ഈ പോത്തിന്റെ വിലയേക്കാൾ ഉപരി ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു 10,000 രൂപയോളം എനിക്ക് നഷ്ടപ്പെട്ടാണ് ഞാൻ ഈ പോത്തിന് ജിൽസിന് കൊടുക്കുന്നത്. കേട്ടില്ലേ, പിറവത്ത് വന്നാൽ മുഴുവൻ പോത്തുപുരാണം മാത്രമേ ഉള്ളൂ. സ്വന്തം പാർട്ടിയിലെ നേതാവായ തോമസ് ചാഴിക്കാടിന്റെ പരാജയം ആഘോഷിക്കാൻ മുൻകൈയെടുക്കുന്നതാകട്ടെ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിൽസ് പെരിയപുറവും. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം ഈ എറണാകുളം ജില്ലയിലാണ് ഞങ്ങളുടെ ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഈ പിറവെന്ന നിയോജകമണ്ഡലം. ആ നിയോജകമണ്ഡലത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്തിട്ടില്ല. അതിനോടുള്ള പ്രതിഷേധമാണ് ഞങ്ങളിങ്ങനെ ഈ പരിപാടിയിലേക്ക് ഇങ്ങനെ അറിയിരിക്കുന്നത്. ഫ്രാൻസിസ് ജോർജിൻ്റെ ലക്ഷം ഭൂരിപക്ഷത്തിൻ്റെ വിജയം ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ 2500 പേർക്ക് പിറവത്ത് പിടിയും പോത്തും ഞങ്ങൾ വോട്ടെണ്ണി പോസ്റ്റൽ വോട്ടെണ്ണി 8:30 ഞങ്ങൾ വിതരണം ചെയ്യും. സ്വന്തം പാർട്ടിയായ കേരള കോൺഗ്രസിനോടുള്ള പടലപ്പിണക്കം ഇടത് സ്ഥാനാർത്ഥിയോട് ജിൽസ് കാണിക്കുന്നതിൽ CPMനും അമർഷമുണ്ട്. നഗരസഭയിൽ ഇടതുപക്ഷത്തിന്റെ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കക്ഷി ബന്ധത്തിൽ നിൽക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ആ നിലപാട് എല്ലാ രംഗത്തും അയാൾ കാണിക്കുന്നുണ്ട്. ഇപ്പോഴും അതുതന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. തോമസ് ചാഴിക്കാടിന്റെ പരാജയം ജനകീയ കൂട്ടായ്മയുടെ പേരിൽ ജിൽസ് പെരിയപുറം ആഘോഷിക്കുമ്പോൾ കേരള കോൺഗ്രസിന്റെ നേതാവ് ജോസ് കെ മാണി എന്ത് നിലപാടെടുക്കുമെന്നാണ് CPM ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ വാശിയേറിയ ഫലമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോഴേക്കും പോത്ത് ഇറച്ചിയും അതോടൊപ്പം തന്നെ പിടിയും റെഡിയാകും. അത് സന്തോഷത്തോടെയാണോ സങ്കടത്തോടെയാണോ കഴിക്കുക എന്ന് ഇനി കണ്ടറിയേണ്ടത്. ക്യാമറമാൻ ആന്റണി ഗിരീർക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.